മുഖ്യമന്ത്രി ചർച്ചയിൽ AICC നിരീക്ഷകർ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചു. നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഖാർഗെയുടെ വസതിയിൽ നടക്കുന്ന യോഗത്തിൽ KC വേണുഗോപാൽ പങ്കെടുക്കുന്നില്ല. ധനസുമോദ് വിശദാംശങ്ങൾ നൽകും. സുമോദ്, അങ്ങനെ ഏൽപ്പിച്ച പണി മുകുൾ വാസ്നിക്കും അജയ് മാക്കനും വൃത്തിയായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഖാർഗെയുടെ ടേക്കാണ്. അദ്ദേഹം എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് കാര്യം. ഇനി എന്തൊക്കെ പ്രക്രിയകൾ ഇതിനകത്ത് ബാക്കിയുണ്ട്? എന്നത്തേക്കൊരു പ്രഖ്യാപനത്തിന് സാധ്യതയുണ്ട്? ഇപ്പോൾ ഖാർഗെയുടെ വസതിയിൽ നിർണായകമായിട്ടുള്ള യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിലേക്ക് ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലെ യോഗത്തിലേക്ക് ദീപാദാസ് മുൻഷി എത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ കേരളം സന്ദർശിച്ച നിരീക്ഷകർ അവർ രണ്ടുപേരും റിപ്പോർട്ടുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. എല്ലാ MLA മാരോടും സംസാരിച്ചതിന് ശേഷം അവർ രണ്ട് ചോദ്യങ്ങളായിരുന്നു MLA മാരോട് ചോദിച്ചത്. ഒന്ന്, നിങ്ങളുടെ ഫസ്റ്റ് പ്രോവിൻസ് ആരാണ്, ആദ്യം ആരെയാണ് പിന്തുണക്കുന്നത് എന്നുള്ളൊരു കാര്യം ചോദിച്ചു. അതിനുശേഷം നിങ്ങൾക്ക് അധികമായി ആരുടെയെങ്കിലും പേര് പറയാനുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി ചോദിച്ചിരുന്നു. അതുകൂടി രേഖപ്പെടുത്തിയതിനു ശേഷം എത്ര പേരുടെ പിന്തുണയാണ് ഓരോ നേതാക്കന്മാർക്കുള്ളത് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ 3 പേർ ആണ് ഈ മത്സരരംഗത്ത് ഉള്ളത്. ഒന്ന് KC വേണുഗോപാൽ, 2 രമേശ് ചെന്നിത്തല, 3 VD സതീശൻ. ഇത് കേവലം MLA മാരുടെ ഒരു അഭിപ്രായ രേഖപ്പെടുത്തൽ എന്നതിനുപരിയായിട്ട് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു VD അനുകൂല പ്രകടനങ്ങൾ അടക്കം അതിന്റെ ഒരു റിപ്പോർട്ട് കൂടി ഇവരുടെ ഒരു പ്രത്യേക PR ടീം കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. AICC നിയമിച്ച ടീമാണ്. അവർ ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് പഠിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഫീലിങ്സ് കൂടി ഇവർക്ക് ഈ ഹൈക്കമാൻഡിന് നൽകും. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുക. ഉടൻ തന്നെ തീരുമാനമെടുക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. കാര്യം ഈ തീരുമാനം നീട്ടിക്കൊണ്ടു പോകുന്തോറും കൂടുതൽ കാര്യങ്ങൾ വഷളാകും, കൈവിട്ടു പോകും എന്നുള്ള ഒരു അവസ്ഥയിലുണ്ട്. അതേസമയം ഘടകകക്ഷികൾ നിരീക്ഷകരോട് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന ഒരു തീരുമാനത്തിലേക്ക് കടക്കരുത് എന്നാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന ഒരു തീരുമാനത്തിലേക്ക് കടക്കരുത് എന്ന് പറയുമ്പോൾ അത് KC വേണുഗോപാലിന്റെ മുന്നിൽ വാതിൽ കൊട്ടിയടക്കുന്ന ഒരു നിലപാട് കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകരുത് എന്ന് പറയുന്നത്. കാര്യം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുകയാണെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പുകളായിരിക്കും വരാൻ പോകുന്നത്. ഒന്ന് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും പിന്നീട് അദ്ദേഹത്തിന് അംഗമാകാനുള്ള നിയമസഭയിലേക്കുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പും ഉണ്ടാകും. ഈ രീതിയിലേക്ക് പോകരുത് എന്നുള്ള ഒരു കാര്യമാണ് കേരള കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിരീക്ഷകരോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൂടി ക്രോഡീകരിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്ന് നേതൃത്വത്തിന് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇത് ചർച്ച ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഇനി ഇതിനകത്തൊരു തീരുമാനമെടുക്കേണ്ടത് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള ഉന്നത നേതൃത്വമാണ്. എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതേസമയം സുമോദ്, ഈ ഗ്രൗണ്ടിലെ സാഹചര്യം, ഗ്രൗണ്ടിന്റെ പൾസ് അറിഞ്ഞ് അത് മനസ്സിലാക്കി അതും കൂടി പരിഗണിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതും കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ മുമ്പൊന്നും കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ നടക്കാത്ത ഒരു സവിശേഷമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. 2011 ഉമ്മൻചാണ്ടി ജയിച്ചപ്പോഴോ 2001 AK ആന്റണിക്ക് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു വന്നപ്പോഴോ ഒന്നും കാണാത്ത തരത്തിലുള്ള ഐക്യദാർഢ്യ പ്രകടനങ്ങളും തെരുവിൽ അണികൾ ഇറങ്ങുന്നതും ദേഹത്ത് പെട്രോൾ ഒഴിക്കുന്നതും അടക്കമുള്ള കടന്ന നാടകീയ നീക്കങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നത്, അണികളുടെ പൊതുവികാരം എന്താണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കിയിട്ടാകില്ലേ ഒരു തീരുമാനത്തിലേക്ക് പോവുക? സാധാരണ ഒരു തീരുമാനം AICC എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അടുത്ത രണ്ടാമത്തെ ഒരു ഏജൻസി കൊണ്ടൊരു പഠനം നടത്തുകയോ അവിടുത്തെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ എടുക്കുകയോ ചെയ്യാറില്ല. ആദ്യകാലത്ത് MLA മാരുടെ മാത്രം അഭിപ്രായമായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ പിന്നീട് ഈ BJP-യിലേക്ക് ആളുകൾ കൊഴിഞ്ഞു പോവുകയും കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ വലിയ തരത്തിലുള്ള ഭീഷണികൾ ഉയർത്തുകയും തുടങ്ങി. ഇപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കേണ്ടതായിരുന്നു, അദ്ദേഹത്തിന് ആക്കാതെ കമൽനാഥിന്, അന്നത്തെ PCC അധ്യക്ഷനായിരുന്ന കമൽനാഥിന് ആക്കിയതിലൂടെ അദ്ദേഹം ഒരു പറ്റം MLA മാരുമായി ജ്യോതിരാദിത്യ സിന്ധ്യ വിട്ടുപോയതിനു ശേഷം പിന്നീട് ആ സംസ്ഥാനത്ത് മധ്യപ്രദേശിൽ ഭരണം കിട്ടിയിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള MLA മാരുടെ അഭിപ്രായം കൂടാതെ MP-മാരുടെ അഭിപ്രായം, മുതിർന്ന മുൻ PCC അധ്യക്ഷന്മാരുടെ അഭിപ്രായം, കേരളത്തിൽ നിന്നുള്ള ഘടകകക്ഷികൾ, കേരളത്തിൽ നിന്നുള്ള CWC അംഗങ്ങളുടെ അഭിപ്രായം, ഇവ എടുക്കുന്നത് കൂടാതെ ഒരു കേരളത്തിലെ ഒരു സാഹചര്യം എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സംഘത്തെ കൂടി, ഒരു ഷാഡോ സംഘമാണ് നിയോഗിച്ചിരിക്കുന്നത്. അവരുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് തന്നെയായിരിക്കും ഏറ്റവും ഒടുവിൽ ഒരു അന്തിമ തീരുമാനം മുഖ്യമന്ത്രി ആര് എന്നുള്ളതിൽ എടുക്കുന്നത്.
എന്തായാലും പലതരത്തിലുള്ള ചർച്ചകൾ, പല ഘട്ടങ്ങൾ ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ. ഇപ്പോൾ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർത്തീകരിച്ചുകൊണ്ട് ആ റിപ്പോർട്ട് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് കൈമാറിയിരിക്കുന്നു. ഇനി ആ റിപ്പോർട്ട് വെച്ചും മറ്റു സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചും മറ്റു മാനദണ്ഡങ്ങളൊക്കെ പരിഗണിച്ചും ഒരു തീരുമാനത്തിലേക്ക് എത്തണം. അത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നിറഞ്ഞതാണെന്ന് കൂടി മനസ്സിലാക്കുകയാണ്.